നമസ്കാരം. സൗന്ദര്യ ലഹരിയിൽ അതിവിശിഷ്ടമായ ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രത്തിൽ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള വിശേഷമായ ഒരു രഹസ്യവുമുണ്ട്. ആ രഹസ്യം മനസ്സിലാക്കിയാൽ പരാശക്തിയായ ദേവി സദാ നമ്മോടുകൂടി ഒരു സംരക്ഷണ കവചമായി എപ്പോഴും ഉണ്ടാകും. ജപോജൽപശില്പം സകലമപി മുദ്രാവിരചന ഗതി പ്രാദക്ഷിണ്യക്രമണമശനാദ്യാഹുതി വിധി പ്രണാമ സമ്മേഷ സുഖമഖിലമാത്മാർപ്പണദൃശ സപര്യാപര്യായസ്തവ ഭവതു യന്മേ വിലസിതം. സൗന്ദര്യ ലഹരിയിൽ പറയുന്നു, അല്ലയോ ശിവശക്തിക്ക് സ്വരൂപിണിയായ മഹാദേവി, ഞാൻ പറയുന്നതായ എല്ലാ വാക്കുകളും അവിടുത്തേക്കുള്ള മഹാമന്ത്രജപങ്ങളായി തീരട്ടെ. ഞാൻ കൈകൾ കൊണ്ട് ചെയ്യുന്നതായ എല്ലാ ക്രിയകളും അവിടുത്തെ സന്തോഷിപ്പിക്കുന്ന മഹാമുദ്രകളായി തീരട്ടെ. ഞാൻ വെക്കുന്ന ഓരോ കാൽച്ചുവടുകളും അവിടുത്തേക്കുള്ള പ്രദക്ഷിണമായി തീരട്ടെ. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ അത് നിന്തിരുവടിക്കുള്ള ഹോമമായി തീരട്ടെ. ഞാൻ കിടക്കുമ്പോൾ അത് നിന്തിരുവടിക്കുള്ള നമസ്കാരമായി തീരട്ടെ. അങ്ങനെ എൻ്റെ എല്ലാ സുഖങ്ങളും, എൻ്റെ എല്ലാ കർമ്മങ്ങളും, എൻ്റെ ജീവിതം മുഴുവനും അവിടുത്തേക്കുള്ള ഒരു പൂജയായി തീരട്ടെ. ഇതാണ് സൗന്ദര്യ ലഹരിയിലെ ഈ മന്ത്രത്തിന്റെ അർത്ഥം. എത്ര മനോഹരമായ സങ്കല്പമാണിതെന്ന് നോക്കൂ. നാം എന്നും രാവിലെ ഉണരുമ്പോൾ കട്ടിലിൽ തന്നെ ഇരുന്ന് കണ്ണടച്ച് ഈ മന്ത്രത്തിന്റെ അർത്ഥം ഒന്ന് മനസ്സിൽ ചിന്തിക്കണം. ഇന്ന് എന്റെ സംസാരമെല്ലാം ദേവിക്കുള്ള മന്ത്രജപങ്ങളാണ്. ഞാൻ ചെയ്യുന്നതെല്ലാം ദേവി പൂജകളാണ്. എന്റെ നടത്തം ദേവിക്കുള്ള പ്രദക്ഷിണമാണ്. ഞാൻ കഴിക്കുന്ന ഭക്ഷണം ദേവിക്കുള്ള ഹോമകർമ്മമാണ്, നിവേദ്യമാണ്. എന്റെ ശയനം ദേവിക്കുള്ള നമസ്കാരമാണ്. അങ്ങനെ നമ്മൾ ചെയ്യുന്നതായ എല്ലാ കർമ്മങ്ങളും ദേവിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടദേവതയ്ക്ക് ഉള്ള പൂജകളായി, ഒരു ആത്മസമർപ്പണമായി നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പിന്നെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാവുകയേയില്ല. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതായ എല്ലാ കർമ്മങ്ങളും നമ്മുടെ ഇഷ്ടദേവതയ്ക്ക് സമർപ്പിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലെ ഞാൻ എന്ന ഭാവം, ആ ഈഗോ നഷ്ടപ്പെടുന്നു. മറിച്ച് നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മുടെ ഇഷ്ടദേവതയ്ക്ക് വേണ്ടിയുള്ള പൂജകളായി പരിണമിക്കുന്നു. ഈ ഒരു അവബോധം നമ്മുടെ മനസ്സിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിലും വളരെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങും. എന്നും രാവിലെ ഉറക്കമുണരുമ്പോൾ നമ്മൾ ഇങ്ങനെ സങ്കല്പിച്ചാൽ ആ ദിവസം മുഴുവൻ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞു നിൽക്കും. നമുക്ക് നമ്മുടെ മനസാക്ഷിക്ക് വിരുദ്ധമായി യാതൊന്നും തന്നെ ചെയ്യാൻ അന്നേ ദിവസം തോന്നുകയില്ല. കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും ആ ദേവിക്കുള്ള പൂജയാണ്. അപ്പോൾ ദേവിക്ക് നമ്മൾ എന്ത് സമർപ്പിക്കുന്നുവോ അത് പരിശുദ്ധമായിരിക്കാനാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എല്ലാം ദേവീ പൂജയായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ കർമ്മങ്ങളിലും, നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ഓരോ കർമ്മങ്ങളിലും ചിന്തകളിലും ആ പരിശുദ്ധി കൊണ്ടുവരാനായി നമ്മൾ സ്വാഭാവികമായി തന്നെ ശ്രമിച്ചു തുടങ്ങും. ഈ മന്ത്രത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം നമ്മുടെ ജീവിതം തന്നെ ദേവിക്ക് ഒരു പൂജയായി, ഉപഹാരമായി സമർപ്പിക്കുക എന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ ശരിക്കും കർമ്മയോഗത്തിലേക്ക് കടക്കുന്നത്. നമ്മുടെ എല്ലാ കർമ്മങ്ങളും ദേവീ സ്മരണയോടെ ചെയ്തു കഴിഞ്ഞാൽ ആ പരാശക്തി എപ്പോഴും നമ്മുടെ കർമ്മങ്ങളിൽ ആ ദേവീ ചൈതന്യം നിറഞ്ഞു നിൽക്കും. അതിനാൽ പ്രത്യേകിച്ചും നവരാത്രി വരുന്ന ഈ സമയത്ത് നിങ്ങൾ ഓരോ പ്രഭാതത്തിലും ഉണരുന്നത് ഈ ഒരു ചിന്തകളോടെ ആയിരിക്കണം. എല്ലാ ദിവസവും രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് നേരമെങ്കിലും ഒരു സങ്കല്പം നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.